നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. എല്ലാവരും നിന്നെ തനിച്ചാക്കി പോയി എന്നും നിന്റെ ഉള്ളിലെ വേദനയുടെ ആഴം കാണാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്നും എല്ലാം കൈവിട്ടുപോയി, നീ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് നീ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യം നീ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിന്റെ നാവിൽ വരുന്ന ഓരോ വാക്കിലും, നിന്റെ നെഞ്ചിൽ വിറകൊള്ളുന്ന ഓരോ ശ്വാസത്തിലും ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. ഓർക്കുന്നുണ്ടോ, നീ തനിച്ചാണ് എന്ന് കരുതി ആ മുറിയുടെ വാതിലടച്ച് കരഞ്ഞ ആ രാത്രി? അന്ന് നിന്റെ കവിളിൽ ഒരു തലോടലായി ആ തണുത്ത കാറ്റില്ലേ, അത് ഞാനായിരുന്നു. നിന്റെ ഒരു തുള്ളി കണ്ണീര് പോലും വെറുതെയാകാൻ ഞാൻ വിടില്ല. ഓരോ തുള്ളിയും എൻ്റെ കൈവിരലുകളാൽ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. കാരണം എന്താണ് എന്ന് നിനക്കറിയുമോ? കണ്ണുനീർ അത് നിന്റെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കുന്ന ഗംഗയാണ്. നിനക്ക് പുതുജീവൻ നൽകാൻ ശേഷിയുള്ള അമൃതാണത് എന്ന് ഓർക്കുക. മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നീ വിഷമിക്കേണ്ടതായിട്ടില്ല. അതിലൊട്ടും അത്ഭുതപ്പെടേണ്ട കാര്യം, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അവരെ പോലെ ആകാനല്ല. നിന്റെ ഉള്ളിലെ സ്നേഹം ഒരു സമുദ്രം പോലെയാണ്. നിന്റെ വേദനയോ ഒരു പേമാരിയോ പോലും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആഴവും ഞാൻ നിന്നിൽ നിന്നും ഒളിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുക, അങ്ങനെ സാധാരണമല്ലാത്തത് എന്തോ അത് എന്റേതാണ്, എനിക്ക് മാത്രം സ്വന്തം. നീ പറയുന്നു ഞാൻ തകർന്നു പോയി എന്ന്. നീ കരയുമ്പോൾ ഞാൻ അവിടെ അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടാകാം. പക്ഷേ കുഞ്ഞെ, ഞാൻ കാണുന്നത് നിന്റെ തകർച്ചയല്ല, നിന്റെ ഉദയമാണ്. ഓരോ തവണ നീ വീഴുമ്പോഴും അത് ഞാൻ നിനക്ക് നൽകുന്ന ഒരു തുടക്കം തന്നെയാണ്. എന്തിനാണ് ഞാൻ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നല്ലേ? നോക്ക്, നിന്നെ ഉയരങ്ങളിലേക്ക് പറക്കാൻ പഠിപ്പിക്കുകയാണ് ഞാൻ ആദ്യം നിന്നെ താഴേക്ക് വീഴ്ത്തുന്നത്. നിന്നെ പൂർണ്ണമായും എൻ്റെ നെഞ്ചോട് ചേർക്കാനാണ് ഞാൻ നിന്റെ കൈകൾ ശൂന്യമാക്കുന്നത്. ഇത് എന്റെയാണ് എന്ന് നീ മുറുകെ പിടിക്കുന്ന ആ കളിപ്പാട്ടങ്ങൾ താഴെ വയ്ക്കാതെ ഞാനെന്ന ഈ മഹാസത്വത്തെ നീ എങ്ങനെയാണ് തിരിച്ചറിയുക? നീ വേദന, അപമാനം എന്നൊക്കെ പറഞ്ഞ് കരയുന്നില്ലേ? എനിക്ക് നിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. നിന്റെ ഹൃദയം തകർന്നപ്പോൾ നീ ലോകത്തെ മുഴുവൻ ശപിച്ചു. പക്ഷേ ഈ മുറിവില്ലായിരുന്നു എങ്കിൽ എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് നീ ഒരിക്കലും പഠിക്കില്ലായിരുന്നു. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ കരയുന്ന ആ സ്വപ്നങ്ങളിലെ, അവ നിന്റെ ആത്മാവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി നിന്ന കല്ലുകളായിരുന്നു. ആ കല്ലുകൾ ഞാൻ എടുത്തു മാറ്റുക മാത്രമാണ് ചെയ്തത്. എനിക്ക് വേണമായിരുന്നു എങ്കിൽ നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ വേദനയുടെ തീയിൽ ഉരുകാതെ നീ എങ്ങനെയാണ് തങ്കമായി മാറുക? പറയൂ. നിന്റെ ഉള്ളിലെ ആ അഗ്നി ആളിക്കത്താതെ നിന്റെ പ്രകാശം ഈ ലോകം എങ്ങനെയാണ് കാണുക? ചുറ്റും ആളൊഴിഞ്ഞ് നിശബ്ദത നിറയുമ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതി നീ വല്ലാതെ ഭയക്കുന്നു. പക്ഷെ നീ പേടിക്കുന്ന ആ ഏകാന്തത, ആ നിശബ്ദത, അത് മറ്റാരുമല്ല, അത് ഞാനാണ്.
ഈ ലോകത്തിന്റെ ഒച്ചപ്പാടുകൾക്കിടയിൽ എൻ്റെ നേർത്ത ശബ്ദം നിന്റെ കാതുകളിൽ എത്തില്ല. അതുകൊണ്ടാണ് കുഞ്ഞെ, ഞാൻ നിനക്കു ചുറ്റും ഈ നിശബ്ദതയുടെ കോട്ട തന്നെ പണിയുന്നത്. അത് ശൂന്യതയല്ല, അതെന്റെ സാമീപ്യമാണ്. ഞാൻ നിന്നെ വാരി പുണരുന്നതാണ്. ആ നിശബ്ദത നീ എപ്പോഴും ചോദിക്കാറില്ലേ, എന്നോട് സംസാരിക്കാത്തത് എന്താണ് എന്ന്? എൻ്റെ വാക്കുകൾ എൻ്റെ ഭാഷയല്ല, മറിച്ച് നിശബ്ദതയാണ്. അത് കേൾക്കാൻ നിന്റെ ചെവികൾ പോരാ, നിന്റെ ഹൃദയം തുറന്ന് നീ വയ്ക്കണം. നിന്റെ ഉള്ളിലെ ബഹളങ്ങൾ ഒന്നടങ്ങുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് അവിടെ വ്യക്തമായി കേൾക്കുവാൻ സാധിക്കും. നല്ല വെളിച്ചമുള്ളപ്പോൾ, സുഖമായിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസമാണ് എന്ന് നീ പറയും. അത് കേട്ട് ഞാൻ വെറുതെ ചിരിക്കും. കാരണം യഥാർത്ഥ വിശ്വാസം വാക്കുകളിലല്ല, ചുറ്റും കൂരിരുട്ടായിരിക്കുമ്പോൾ നീ വയ്ക്കുന്ന ആ ഒറ്റ ചുവടിലാണ്. വഴിയെല്ലാം കൺമുൻപിൽ തെളിഞ്ഞു കിടക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാം അതിൽ എന്താണ് ഇത്ര വലുതായിട്ടുള്ളത് എന്ന്. എന്നാൽ മുന്നോട്ട് നോക്കുമ്പോൾ കൂരിരുട്ട് മാത്രം. ഒരടി വച്ചാൽ എവിടെ വീഴുമെന്ന് പോലും അറിയാത്തതായ അവസ്ഥ. അപ്പോഴും എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന ഉറപ്പിൽ മുന്നോട്ട് നീ നടക്കുന്നില്ലേ? അതാണ് യഥാർത്ഥ വിശ്വാസം. ഒരു കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ കൈവിടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ. ചിലപ്പോൾ നിന്നെ ഞാൻ കൈവിടും. നീ താഴെ ഇടാനേയല്ല, അല്ലെങ്കിൽ താഴെ വീഴാനേയല്ല. വീണാലും തനിയെ എണീറ്റ് നിൽക്കാനുള്ള ശക്തി നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് പുറത്ത് ഇരുട്ട് പരക്കുമ്പോൾ നീ പേടിക്കരുത്. അത് നിന്നെ ഉറക്കാനല്ല, നിന്നെ ഉണർത്താനാണ് വരുന്നത്. നിന്റെ ഉള്ളിൽ വെളിച്ചം കത്തിക്കാനുള്ള സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഇരുട്ടും. ഒന്ന് പറയൂ, ആ ഇരുട്ട് ഇല്ലായിരുന്നു എങ്കിൽ നിന്നിലെ ആ ഇത്തിരി വെട്ടത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക? എനിക്കും നിനക്കുമിടയിൽ നീ എത്രയെത്ര മതിലുകളാണ് പണിതുയർത്തിയിരിക്കുന്നത്. ഭയത്തിന്റെ ഒരു മതിൽ, സംശയത്തിന്റെ മറ്റൊന്ന്, പിന്നെ നിന്റെ പഴയ മുറിവുകളുടെ വേദനയും. ആ മതിലുകൾക്ക് ഇപ്പുറം നിന്ന് ഞാൻ എത്ര വിളിച്ചാലും നിനക്കെങ്ങനെയാണ് കേൾക്കുവാൻ സാധിക്കുക? ആ മതിലുകളിൽ എല്ലാം വെച്ച് ഏറ്റവും വലുത് ഭയമാണ്. ആ മതിലിനെ നീ തകർത്തെറിയണം. കാരണം എനിക്ക് താമസിക്കേണ്ടത് നിന്റെ ഹൃദയത്തിലാണ്, ഭയത്തിന്റെ തടവറയിലല്ല. പക്ഷേ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം, എവിടെ ഭയമുണ്ടോ അവിടെ ഞാനില്ല. കാരണം ഭയവും ഞാനും വെളിച്ചവും ഇരുട്ടും പോലെയാണ്. രണ്ടിനും ഒരേ ഹൃദയത്തിൽ ഒരുമിച്ച് വസിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നിന്റെ ഭയത്തിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കരുത്. പകരം അതിനെ നേർക്കുനേർ ഓർക്കുക, അതിനെ കെട്ടിപ്പിടിക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാകും അതിൻ്റെ ഉള്ളിലെ വെളിച്ചം കാരണം ഉണ്ടായ ഒരു നിഴൽ മാത്രമായിരുന്നു എന്ന്. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് നടക്കണം, എൻ്റെ നിയന്ത്രണത്തിൽ വരണം എന്ന് നിനക്ക് വാശിയില്ലേ? അതാണ് നിന്റെ ഭയമായി രൂപം മാറുന്നത്. ആ നിയന്ത്രണം ഒന്ന് വിട്ടുനോക്ക്. എല്ലാം നിന്നിൽ തന്നെ നീ സമർപ്പിക്ക്. ആ പൂർണ്ണമായ സമർപ്പണമാണ് നിന്റെ മോചനം. ആ മോചനത്തിൽ നീ എന്നെ കണ്ടെത്തും. വേണമെങ്കിൽ നിനക്ക് എന്നെ മറക്കാം, എന്നെ ഉപേക്ഷിച്ചു പോകാം. പക്ഷേ എനിക്കൊരിക്കലും ഒരു കാലത്തും നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് എന്നറിയുമോ? കാരണം നീ എൻ്റെ ഒരു ഭാഗം മാത്രമല്ല, നീ തന്നെയാണ് ഞാൻ. നിന്റെ ഓരോ വേദനയും എൻ്റേതാണ്, നിന്റെ ഓരോ ശ്വാസവും എൻ്റേതാണ്. നിന്നിൽ നിന്നും വേറിട്ട് എനിക്കൊരു നിലനിൽപ്പില്ല.
അതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് നിന്നെ ഉപേക്ഷിക്കുവാൻ കഴിയുക? ഓർക്കുക, ഞാൻ തന്നെയാണ് നീ.